പ്രേക്ഷകർ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ദൃശ്യം ഇപ്പോൾ ലൈവിൽ അങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ്. അതെ, നൂറ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും പടിയിറങ്ങിയിരിക്കുന്നു. നൂറ കപ്പടിക്കും, നൂറ തന്നെ കപ്പടിക്കും. അതെ, വന്നു കയറിയവർ ഓരോരുത്തരും നൂറയുടെ മുഖത്ത് നോക്കി ആ ഒരു പ്രതീക്ഷ വെറുതെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഇല്ല, ഫൈനൽ 5-ലെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷയും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പോകുവാൻ തുടങ്ങുമ്പോൾ നൂറ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്ന്. അത് ആത്മാർത്ഥമായി പറഞ്ഞ വാക്കാണോ അതോ വെറും ഭംഗി വാക്കാണോ? നൂറ കപ്പടിക്കില്ല എന്ന് നമുക്കറിയാമായിരുന്നു. എങ്കിൽ പോലും ഒരു 3-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 4-ാം സ്ഥാനത്തെങ്കിലും നൂറ വരും എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നൂറയ്ക്ക് ഇപ്പോൾ പടിയിറങ്ങേണ്ടി വന്നത് ആ വീട്ടിൽ നിന്നും? അതെ, കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇതാണ് ഞാൻ പറയുന്നത്. പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ നീതിയുടെ പക്ഷത്താണ്, ന്യായത്തിന്റെ ഭാഗത്താണ്. അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് വിലയിരുത്തുന്നത്. ഇന്നലെ അവിടെ നടന്ന നാടകങ്ങൾ, തന്നെ പോലെ തന്നെയുള്ളൊരു സഹജീവി അവിടെ ഇരുന്നു കൊണ്ട് നീതി ലഭിക്കാതെ നിലവിളിക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും കഴിയാതെ നൂറ ഒരു മൂലയിൽ മാറി വീർപ്പിച്ചു കെട്ടിയ മുഖവുമായിട്ടിരിക്കുകയായിരുന്നു. അവർക്കൊരു വാക്ക് പറയാമായിരുന്നു, അങ്ങനെ ചെയ്യരുത്, ആവശ്യമില്ലാതെ അവരെ ആക്രമിക്കരുത്, നിർത്ത് എന്ന് നൂറ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നൂറയുടെ സുഹൃത്തുക്കൾ അതിലൊന്നും പിന്മാറുമായിരുന്നു. പക്ഷേ നൂറയും അത് ആസ്വദിക്കുകയായിരുന്നു. അനുമോൾ അവസാന നിമിഷത്തിൽ നൂറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ പോലും അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ, എൻ്റെ പൊന്നുമോളെ, എന്നെ ഇതിലേക്കൊന്നും വലിച്ചിടയ്ക്കരുത്, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പട്ടി ഷോ കാണിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ണുനീരോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ കൂട്ടം പ്രേക്ഷകർ പുറത്തുണ്ട്. അതുവരെയും നൂറയെ സപ്പോർട്ട് ചെയ്ത് 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ഒക്കെ നിർത്തിയിരുന്ന ആൾക്കാർ തന്നെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. അവർ മറ്റു മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. അതല്ലേ അതിന്റെ അർത്ഥം? അതോ ഇനിയും അനുമോളുടെ കയ്യിൽ നിന്നും 16 ലക്ഷം വാങ്ങിച്ച PR തന്നെയാണോ ഒറ്റ നിമിഷം കൊണ്ട് നൂറയെയും മലർത്തി അടിച്ചു കളഞ്ഞത്? അല്ല, അങ്ങനെ സംസാരിക്കുവാനും ആളുണ്ട്. ആര്യൻ പുറത്തു പോയപ്പോൾ പറഞ്ഞു അനുമോളുടെ PR ആണ് ആര്യനെ പുറത്താക്കിയത്.